രാഷ്ട്രീയ കാരണങ്ങളാൽ സർവകലാശാല പ്രതിനിധികളെ അയക്കുന്നില്ല എന്ന് കോടതിയിൽ ചാൻസലർ കൂടിയ ഗവർണർ നിലപാടെടുത്താൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ രാഷ്ട്രീയ കാരണങ്ങളാലല്ല എടുക്കാതിരിക്കുന്നത്. കൃത്യമായിട്ടും നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞാനതുകൊണ്ടാണ് നേരത്തെ ഈ നോട്ടിഫിക്കേഷനിലെ തന്നെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം താങ്കൾ തന്നെ കോട്ട് ചെയ്ത 2018 UGC റെഗുലേഷൻ കോട്ട് ചെയ്തിട്ട് അതിലെ സെക്ഷൻ 7 കോട്ട് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു, സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട്. എന്നിട്ട് അതിൽ ചില പോസ്റ്റുകൾ ബാക്കി അവിടെ അവശേഷിപ്പിക്കുന്നു. അതിന് ആവശ്യപ്പെടുന്ന ഏതാ? സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളിലെ സെക്ഷനാണ്. എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് തന്നെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുക? അദ്ദേഹം ഈ സങ്കുചിതമായ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിയമവും ചട്ടങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കണ്ടേ? അതുകൊണ്ടല്ലേ സെനറ്റുകളിൽ ABVP പ്രതിനിധികളെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നിയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ കേരള ഹൈക്കോടതി അത് റദ്ദാക്കിയിട്ടുള്ളത്. അത് റദ്ദാക്കിയല്ലോ. അങ്ങനെ എത്ര തവണ ഹൈക്കോടതികളിൽ നിന്ന് ഈ ഗവർണറുടെ നടപടി ഉന്നത ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശരിയെന്ന് വെച്ചുകൊണ്ട് കണ്ണൂരിലെ ഒരു VC ഇറങ്ങിപ്പോകുന്നു നമ്മൾ കണ്ടു. ഗോപിനാഥ്, അല്ല നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. അവിടെയും എന്താണ് കാര്യം? അദ്ദേഹത്തിന്റെ യോഗ്യതയെ കുറിച്ച് വിഷയം പറഞ്ഞോ? യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളിലെ ഏതെങ്കിലും ചട്ടം ലംഘിച്ചതായിട്ട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. സുപ്രീം കോടതി ഏതാ പറഞ്ഞത്? ഈ നിയമിച്ച ചാൻസലർ തന്നെ സ്വയം അഫിഡവിറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ബാഹ്യ സമ്മർദ്ദം, അത് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഈ പറഞ്ഞ ഇദ്ദേഹം ഇന്ന് അവകാശപ്പെടുന്നത് അരുൺകുമാർ ഡ്യൂട്ടി എന്നാണല്ലോ. ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയതുപോലെയല്ലോ. നിയമങ്ങളുടെ, ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ? ഇപ്പോൾ ഗവർണർ പറയുന്ന ആ ഡ്യൂട്ടി നേരത്തെ ഗവർണർ തന്നെ കണ്ണൂർ പറഞ്ഞോളൂ. തീർത്തോളൂ VP മുസ്തഫ. കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ നിലവാരത്തിന്റെ കാര്യം അവര് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ സ്ഥാപനം ഞാൻ പറയാം. അത് യൂണിവേഴ്സിറ്റി കോളേജാണ് തിരുവനന്തപുരത്തെ. ആ യൂണിവേഴ്സിറ്റി കോളേജാണ് കേരളത്തിൽ നിന്ന് NAC അക്രഡിറ്റേഷനിൽ A++ നേടിയ ആദ്യത്തെ ഗവൺമെന്റ് കോളേജ്. അത് അവർക്ക് ഓർമ്മയുണ്ടാവണം. കേരള സർവകലാശാലയാണ് ഇവർ പലപ്പോഴും ഈ സേവ് എഡ്യൂക്കേഷൻ സമിതി രൂപീകരിച്ചിട്ട് ആക്ഷേപിക്കാറുള്ളത്. ആ കേരള സർവകലാശാലയാണ് കേരളത്തിൽ A++ NAC അക്രഡിറ്റേഷൻ നേടിയ ആദ്യത്തെ സ്ഥാപനം. MG യൂണിവേഴ്സിറ്റിയാണ് ഇവർ ഇപ്പോൾ കരുവാക്കാറുള്ളത്. ആ MG യൂണിവേഴ്സിറ്റി താങ്കളെ പോലെ തന്നെയുള്ള ടൈംസ് എന്ന് പറയുന്ന മീഡിയ ഗ്രൂപ്പിന്റെ റാങ്കിങ്ങിൽ, ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തെത്തി. ഇന്ത്യയിലെ സ്വകാര്യ സർവകലാശാലകളോട് മത്സരിച്ചുകൊണ്ട് NIRFന്റെ റാങ്കിങ് ആകെ 200 സ്ഥാപനം. ആദ്യത്തെ 200 റാങ്കിങ്ങിൽ 42 കോളേജുകൾ കേരളത്തിൽ നിന്ന്. മെച്ചപ്പെട്ട പ്രകടനമാണ് കേരളത്തിലെ സർവകലാശാലകൾ കാഴ്ചവെക്കുന്നത്. Debate with Arun Kumar.